ആദ്യ ഹരിജൻ കോളനിയായ ഇരുമ്പുപാലം അംബേദ്കർ കോളനി നിവാസികൾക്ക് പട്ടയം ഇനിയും അകലെ. വനം റവന്യൂ വകുപ്പുകളുടെ തർക്കം മൂലം പട്ടയ നടപടിയിൽ നിന്ന് കോളനിയെ അവഗണിക്കുന്നു. കാലവർഷം കനത്തു, ജില്ലയിലെങ്ങും വ്യാപക നാശനഷ്ടം. കുമളി അട്ടപ്പള്ളത്ത് മരം കടപുഴകി വീണ് ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഹൈറേഞ്ചിൽ വൈദ്യുതി പ്രതിസന്ധി വർദ്ധിക്കുന്നു. വാർത്തകൾ വിശദമായി. പട്ടയം മുടക്കികൾ വാർത്താ പരമ്പര തുടരുന്നു. ഇടുക്കി ജില്ല രൂപീകൃതമായ ശേഷം ആദ്യം രൂപീകരിച്ച ഹരിജൻ കോളനിയാണ് ഇരുമ്പുപാലം അംബേദ്കർ കോളനി. 1975-ൽ 79 കുടുംബങ്ങൾക്കായി സർക്കാർ 1 ഹെക്ടർ ഭൂമി കുടിയിരുത്തിയെങ്കിലും പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വനം റവന്യൂ വകുപ്പുകളുടെ തർക്കം മൂലം ഇവർക്ക് പട്ടയം ലഭിച്ചിട്ടില്ല. ഇരുമ്പുപാലം അംബേദ്കർ കോളനിക്കാർക്ക് പട്ടയം ലഭിക്കാത്തതിന്റെ കാരണം എന്താണ്? 25 ഏപ്രിൽ 5-ാം തീയതി ഈ പ്ലോട്ട് കളക്ടർ ബാബു പോളിന്റെ നേതൃത്വത്തിൽ ഈ പ്ലോട്ട് നടത്തിയിട്ടുണ്ട്. 90 കുടുംബത്തിനെ കുടിയിരുത്തി. പക്ഷെ അതിൽ 79 കുടുംബക്കാരും കൂടെ ഉണ്ട്. 11 പേർക്ക് പ്ലോട്ടിന് കിട്ടാനുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. ആ പ്ലോട്ട് നടക്കിട്ട് ആൾക്കാർക്ക് ഈ 79 വീട്ടുകാർക്കും കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ പാടില്ല. ഈ റോഡ് ഇത്രയും കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ പല സ്ഥാനത്തും കിടന്ന് താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഞങ്ങളെല്ലാവരും ഒന്നായിട്ട് വിളിച്ചു കൂട്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഒരു കൂട്ടിലിട്ട് തടസ്സമാരി ഞങ്ങൾ ഇത്രയും കുടുംബക്കാർ ഇവിടെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ജില്ല രൂപീകൃതമായതിനു ശേഷം പട്ടികജാതിക്കാരെ ആദ്യം കുടിയിരുത്തിയ കോളനിയാണിത്. 79 കുടുംബങ്ങളെയായിരുന്നു അന്ന് കുടിയിരുത്തിയത്. ഇപ്പോൾ 300ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു. വനം വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമി റവന്യൂ വകുപ്പിന് കൈമാറാത്തതാണ് പട്ടയ നടപടികൾക്ക് തടസ്സമെന്നാണ് കോളനി നിവാസികൾ പറയുന്നത്. ഈ സ്ഥലം ഇപ്പോഴും നിലവിലും ഫോറസ്റ്റുകാരുടെ അധീനതയിൽ നിൽക്കുന്നതെന്നാണ് റവന്യൂ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ, അതായത് വില്ലേജ് ഓഫീസർ മുഖേന അറിയാൻ കഴിഞ്ഞത്. ഭൂമിക്ക് പട്ടയം നൽകുന്നതിന് നിയമ തടസ്സങ്ങൾ ഒന്നുമില്ല. കോളനി നിവാസികളോട് മാറി വരുന്ന ഭരണകൂടങ്ങൾ പുലർത്തുന്ന നിലപാടാണ് പട്ടയ നടപടി വൈകാൻ കാരണമെന്നും കോളനി നിവാസികൾ പറയുന്നു. പട്ടയം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കിടക്കും, ഈ കിടപ്പ് കിടക്കും, ആരും തിരിഞ്ഞു വെക്കില്ല. ഗവൺമെന്റ് ഞങ്ങൾക്ക് പങ്കുണ്ട്. എല്ലാവരും പറയും ഇവിടെ മാറി മാറി കാലങ്ങൾ മാറി മാറി ഓരോ പാർട്ടികളും വരും. പക്ഷെ ഈ കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് മാത്രം ഒരാളും തിരിഞ്ഞു നോക്കുന്ന ഒരു പ്രശ്നമില്ല. ന്യൂസ് ഡെസ്ക്, മീഡിയ ന്യൂസ്.